പ്രൈസ് ഗോഡ്. എൻ്റെ പേര് ബിജോയ് വടക്കൻ. എൻ്റെ വീട് വരുന്നത് വടൂക്കരയാണ്. വീട്ടിൽ അപ്പച്ചൻ, അമ്മച്ചി, ചേട്ടൻ, രണ്ടനിയത്തിമാർ. ആദ്യമേ തന്നെ ഈശോയ്ക്ക് നന്ദി പറയാണ്. ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഈശോയെക്കുറിച്ച് രണ്ട് വാക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനൊക്കെ എന്നെ അവിടെ നിന്ന് തിരഞ്ഞെടുത്തു. അതിനോട് നന്ദി പറയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് നോക്കുമ്പോൾ എൻ്റെ ചെറുപ്പം മുതൽ എന്നെ ഒരു പ്രയർ ലൈഫിലൂടെയൊക്കെ കടത്തിവിടാനായിട്ട് സഹായിച്ചത് എൻ്റെ വീട്ടുകാർ തന്നെയാണ്. എൻ്റെ അമ്മച്ചി കുടുംബപ്രാർത്ഥനയിലൂടെയൊക്കെ പ്രാർത്ഥന ചെല്ലിപ്പിക്കുവാനും സ്തുതിക്കുവാനൊക്കെ ആദ്യമായിട്ട് ഞാൻ പഠിച്ചത് ആദ്യം അമ്മച്ചി പറഞ്ഞു തന്നിട്ടാണ്. ആ സമയത്ത് എനിക്ക് അമ്മയുടെ നിർബന്ധത്താൽ പ്രാർത്ഥിക്കുക, നിർബന്ധത്താൽ എന്തെങ്കിലും ചെയ്യുക, സ്തുതിക്കാനായാലും അതെന്തിനു വേണ്ടി ചെയ്യണതാണെന്ന് പോലും എനിക്കറിയില്ല. ഒരു അമ്മ പറയുന്നു അത് ചെയ്യുന്നു എന്ന രീതിയിൽ മാത്രമായിരുന്നു ചെയ്തു പോയിരുന്നത്. അതിനുശേഷം എനിക്കൊരു 18 വയസ്സ് പ്രായമുള്ള സമയത്തൊക്കെയാണ് ഈ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ച് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ ഒരു ചേട്ടൻ എൻ്റെ അടുത്തൊന്ന് സമീപിക്കുകയും പിന്നെ ഇങ്ങനൊരു മൂവ്മെൻ്റ് ഉണ്ട്, അതിലേക്ക് കടന്നു വരണം, അങ്ങനെ ആളുടെ ഒരു വിളിയാലൊക്കെ ഞാൻ ഇതിലേക്ക് കടന്നു വന്നു. ഞാൻ വണ്ടറടിച്ചു പോയി. ജീസസ് യൂത്ത് എന്ന് പറയുമ്പോൾ ജീസസ് എൻ്റെ പേര് കാണുമ്പോൾ തന്നെ പ്രാർത്ഥന ഗ്രൂപ്പ്, ഫുൾ പ്രാർത്ഥന, മടുപ്പ്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ച് പോയപ്പോൾ അവിടെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. കർത്താവ് എനിക്ക് അവിടെ ഒരുക്കി വെച്ചിരുന്ന സ്ഥലം എൻ്റെ എന്താ പറയുക ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവ് ഒക്കെ ആയിട്ടാണ് കർത്താവ് ഇതിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൂടെ കടന്നു വന്ന് കുറച്ച് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ അവിടുത്തെ പാരിഷ് കോർഡിനേറ്ററൊക്കെ ആയി. അപ്പോൾ അങ്ങനെ ഒരു മനോഹരമായ രീതിയിൽ എൻ്റെ ജീവിതത്തെ കർത്താവ് വഴിതിരിച്ചു. എനിക്കാണെങ്കിൽ ചെറുപ്പം മുതൽ കുറേ ലക്ഷ്യങ്ങൾ, കുറേ പ്ലാൻ, എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇട്ട പ്ലാനുകൾ കുറേ ഉണ്ടായിരുന്നു. അതായത് അടുത്തത് ഉപരിപഠനം, ആ പഠനത്തിന് ശേഷം എങ്ങനെയായിരിക്കും എൻ്റെ ലൈഫ് എന്ന് ഞാൻ തന്നെ ഒരു പ്ലാൻ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പെട്ടെന്ന് നടക്കണം, എന്തെങ്കിലും ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് പെട്ടെന്ന് നടക്കണം എന്നൊരു വിചാരിക്കുകയായിരുന്നു എനിക്ക്. ബട്ട് കർത്താവിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് അതിലും മനോഹരമായ വേറൊരു രീതിയായിരുന്നു. ഞാൻ കർത്താവിന് വേണ്ടി കുറച്ചുകൂടി സമയം കണ്ടെത്താനും, ഇപ്പോൾ ഇടവകയിൽ ലെവലിൽ ഇപ്പോൾ കോർഡിനേറ്റർ ആയതിനു ശേഷം ഇടവകയിൽ എന്തെങ്കിലും യുവജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം. അപ്പോൾ യുവജനങ്ങൾക്ക് ഒത്തുകൂട്ടി പ്രയർ കണ്ടിന്യൂ ചെയ്യുകയും പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഒരു എക്സ്ട്രാ ഒരു എഫേർട്ട് എടുത്ത് എനിക്ക് വേണമെങ്കിൽ ആ സമയങ്ങളിൽ കളിക്കാൻ പോവാം, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ അതിന് കൂട്ടത്തിൽ കർത്താവിൻ്റെ ഒപ്പം അല്പസമയം ഇരിക്കാനൊക്കെ ആയിട്ട് എനിക്ക് സാധിച്ചു. അപ്പോൾ ആ കർത്താവിന് വേണ്ടി ഒരു സമയം മാറ്റിവെച്ചപ്പോൾ എൻ്റെ ലൈഫിൽ ഇപ്പം ഞാൻ ആ സമയത്ത് കോളേജിലേക്ക് പോകാനായിട്ട് നിൽക്കായിരുന്നു. എന്താണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ സീറ്റൊന്നും കിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ തളർത്തി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഡിപ്ലോമ പഠിക്കാനായിട്ട് എനിക്ക് അവിടെ നിന്ന് മാനേജ്മെൻറ്റിൽ സീറ്റ് കിട്ടി. എനിക്ക് കോളേജിൽ പഠിക്കണമെങ്കിൽ തന്നെ കുറച്ച് സപ്ലികളൊക്കെ ഓരോ സെമ്പിൽ ഇങ്ങനെ കിട്ടി പോന്നു. അപ്പോൾ അതൊക്കെ വീട്ടിൽ ഇങ്ങനെ പറയും എന്നൊക്കെ വിചാരിച്ച് പേടിച്ച് ഇരിക്കാറുണ്ട്. ബട്ട് അതിലും കർത്താവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പല ഗ്രേസ് മാർക്കുകളൊക്കെ കിട്ടി. എനിക്ക് സെമ്മ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ എനിക്കൊരു സപ്ലി പോലും ഇല്ലാതെ അത് പാസ്സാക്കി. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എനിക്ക് അത്രയ്ക്ക് പഠിക്കാനുള്ള കഴിവുണ്ടോ എന്ന് തന്നെ ഞാൻ ചിന്തിച്ചു പോയി. അപ്പോൾ കർത്താവിന് വേണ്ടി കർത്താവിന് കൊടുക്കുക എന്നൊരു ലക്ഷ്യത്താൽ കുറേ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇപ്പോൾ ഞാനൊരു മിഷൻ പ്രവർത്തനമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ബീഹാറിലൊക്കെ പോയി. അവിടെയും ഈ പറഞ്ഞ പോലെ ഭാഷ അറിയില്ല, ഒരു സേഫല്ല, അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ പോയിട്ട് ഒരു 2 ആഴ്ചയൊക്കെ പോയിട്ട് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് കർത്താവിന് കൊടുക്കുക പുതിയൊരു അനുഭവമായിരുന്നു. ഓരോ വീടുകളിൽ, ഭാഷ അറിയാത്ത വീടുകളിൽ പോയിട്ട് നമ്മുടെ കയ്യിലാകെയുള്ളത് അവിടുത്തെ ഭാഷയിലുള്ള ഹിന്ദി ആണെങ്കിൽ ഹിന്ദിയിലുള്ള നന്മ നിറഞ്ഞ മറിയമേ മാത്രമാണ് പഠിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ അതൊക്കെ ആ ഒരു ശക്തിയാലൊക്കെയാണ് അവിടെ പോയിട്ട് ഓരോന്ന് ഈശോയ്ക്ക് വേണ്ടി അത് ചെയ്യാനൊക്കെ സാധിച്ചു. എന്നെ ചെയ്യിപ്പിച്ചു എന്ന് തന്നെ പറയാം. ആത്മാവ് ഈശോ ശിഷ്യന്മാരെ അയച്ചതുപോലെ ഞങ്ങളിലൊരു ട്രൂപ്പായിട്ട് തന്നെ കർത്താവ് അയക്കുകയും സേഫായിട്ട് തന്നെ തിരിച്ചെത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ ഒരു എഫേർട്ട് ഞാൻ എടുത്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ കർത്താവ് തന്നെ പ്ലാൻ ചെയ്തു തന്നു. വചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, അവിടത്തേക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നാശത്തിന് വേണ്ടിയുള്ളതല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണെന്ന് വചനത്തിൽ പറയുന്നുണ്ട്.
അപ്പോൾ ആ വചനത്താലൊക്കെ വിശ്വസിച്ചിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ഇപ്പോൾ പലരും പലത് കാര്യങ്ങൾ പറയും, പഠിച്ചു കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നീ അവിടേക്ക് പോകും ഇവിടേക്ക് പോകും അങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. പക്ഷേ ഞാനപ്പോൾ കർത്താവിലേക്ക് ഒക്കെ കൊടുത്തു. ഞാൻ ഇപ്പോൾ പുറത്തേക്കുള്ള ഇൻ്റർവ്യൂസൊന്നും അറ്റൻഡ് ചെയ്യാണ്ടിരുന്നില്ല, അതിൽ കുറേ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ എങ്കിലും അതൊന്നും സെറ്റ് ആവണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, കർത്താവിൻ്റെ ഹിതം ഇവിടെ നിൽക്കാനാണ്, ഇവിടെ നിന്നുകൊണ്ട് ഒരു ശുശ്രൂഷകൾ ചെയ്യാനൊക്കെ ആയിട്ട് എന്നെ കർത്താവ് പഠിപ്പിച്ചു. ഈ ഒരു സമയം പോലും എനിക്ക് ഇവിടെ ആയിരിക്കാൻ സാധിച്ച്, കർത്താവിനെ കൊടുക്കാനൊക്കെ സാധിച്ചത് ഈ മൂവ്മെൻറ്റിൽ നിന്ന് കിട്ടിയൊരു അറിവിലൂടെയൊക്കെയാണ്. എനിക്കും നിങ്ങളുള്ള യുവജനങ്ങളുടെ അടുത്ത് എനിക്കും ഒരു കാര്യം പറയാനുള്ളൂ, ഈശോയ്ക്ക് വേണ്ടി നമ്മളൊരു എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി വലിയൊരു പദ്ധതി, ക്ഷേമത്തിനുള്ള പദ്ധതി തന്നെ കർത്താവ് നമുക്ക് ആയിട്ട് സജ്ജമാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. പ്രൈസ് ഗോഡ്. ക്രൈസ്റ്റ് ഇൻ യൂത്ത്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ നമ്മുടെ പദ്ധതികൾ ദൈവത്തിൻ്റെ പദ്ധതികളോട് ചേർത്ത് വയ്ക്കുകയാണ് പ്രാർത്ഥനയിലൂടെ. അതുപോലെ തന്നെ ഈ ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും ഓർത്ത് അവരുടെ സ്വപ്നങ്ങളെയും നമുക്ക് ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. അതിനായിട്ട് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ എല്ലാ യുവജനങ്ങളെയും സഹായിക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഈ നിമിഷം കരങ്ങൾ കോർത്ത് പിടിച്ച് എല്ലാ യുവജനങ്ങളെയും ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി, ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, ആരാധന. ദൈവമേ, അങ്ങയുടെ പദ്ധതി അനുസരിച്ച് ജീവിക്കുവാൻ, ദൈവമേ, അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന പദ്ധതി എന്താണോ അത് മനസ്സിലാക്കി ജീവിക്കുവാൻ, പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ, പ്രാർത്ഥനാ ജീവിതത്തിൽ ശക്തിപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന.